അതെ, നീ എന്താ ആലോചിക്കാനുണ്ടെന്ന് പുള്ളിയോട് പറഞ്ഞത്? ഒന്നും ആലോചിക്കാനില്ല, നിനക്ക് സമ്മതമാണ്, നീ ഒന്ന് പറ. നീ ഒന്ന് പോയേ. ഇവിടെ ആണുങ്ങള് പഠിച്ച പണി 18 നോക്കിയിട്ട് ചില പെണ്ണുങ്ങൾ ഗർഭിണിയാവുന്നില്ല. പിന്നെയല്ല ഇനി ഒരു ആണ് ഗർഭിണിയാൻ പോകുന്നത്. അങ്ങേർക്ക് മുഴുത്ത പ്രാന്താടാ. ഉള്ള സമയത്ത് ആ പൈസ മേടിച്ച് നീ ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. അതെ, എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു. നന്നായി. പക്ഷേ നിന്റെ വീട്ടുകാരെ സമ്മതിക്കുമോന്നാ എന്റെ ഒരു പേടി. എടാ, നീ ഗർഭം ധരിക്കുന്നതിന് എന്റെ വീട്ടുകാരുടെ സമ്മതം എന്തിനാ? ഞാനല്ല, നീയാണ് ഗർഭം ധരിക്കാൻ പോകുന്നത്. നിനക്ക് അത്രയ്ക്ക് ദണ്ണുണ്ടെങ്കിൽ നീ പോയി ഗർഭിണിയാവിടെ. അതിന് അയാൾക്ക് എന്നെ വേണ്ടല്ലോ, നിന്നെയല്ലേ വേണ്ടത്. എടാ ഒന്ന് സമ്മതിക്കണം, നല്ല രസമായിരിക്കണം. വയറൊക്കെ ഉരുപ്പിച്ചിങ്ങനെ. സുധി, ഇങ്ങനെ എങ്ങനായിരിക്കും ഒരു പുരുഷനെ ഗർഭം ധരിപ്പിക്കുന്നു? ഇനി ഡോക്ടർ തന്നെ ചിലപ്പോ. അയ്യ, അങ്ങനൊന്നും ആയിരിക്കില്ല. അയ്യോ, തേടിയ വള്ളി കാലു ചുറ്റി എന്ന് പറയുന്ന പോലെ നീ എന്റെ മുന്നിൽ തന്നെ ഇങ്ങ് വന്നല്ലോടാ. തരാനുള്ള പണം മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട്. ആധാരവും മറ്റ് ഡോക്യുമെന്റ്സും തിരികെ തന്നേക്ക്. എന്നാടാ, നിനക്ക് ലോട്ടറി അടിച്ചോ? അപ്പം തിന്നാ പോരെ, കുഴിയാണോ അണിച്ചായ? ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുക്കും. ഓ എടാ ഭദ്ര, അതിങ്ങെടുത്തു വന്നോ. എണ്ണി നോക്കടാ. കണ്ണടാ, വീട്ടിൽ കയറി ഒന്ന് വിളയാടിയപ്പം ഇല്ലാത്ത കാശ് തനിയേ ഉണ്ടായി. ഇതെന്റെ അമ്മയെ തല്ലിയതിന്. സർ, പറഞ്ഞതിലും കൂടുതൽ പണം സാർ എനിക്ക് തന്നു. എന്റെ ബാധ്യത മുഴുവൻ തീർത്തു. ഈ കട ഞാൻ എങ്ങനെ വീട്ടും സാർ? എന്താ സുധി ഇത്? തൻ്റെ ഒരു ആവശ്യം കണ്ടറിഞ്ഞ് ഞാൻ സഹായിച്ചു. പകരം എന്റെ പരീക്ഷണത്തിന് താൻ എന്നെയും സഹായിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ല ഡോക്ടറെ, എനിക്കൊരു സംശയം. ഈ പരീക്ഷണം പരാജയപ്പെട്ടാല് ഞങ്ങൾ ഈ കാശ് തിരിച്ചു തരണോ? വേണ്ട. മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് ബാക്കി തരാനുള്ള പണം മുഴുവൻ തരികയും ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞില്ലടാ, പൈസയുടെ കാര്യത്തിൽ ഡോക്ടർ നല്ല സന്മനസ്സുള്ള ആളാണെന്ന്. അങ്ങനെയാണ് ഡോക്ടറെ, ഒരു സംശയം കൂടി. ഈ പെണ്ണുങ്ങൾ ഗർഭം ധരിക്കുമ്പോഴാണല്ലോ ഗർഭിണി എന്ന് വിളിക്കുന്നത്. അതെ. അപ്പൊ ആണുങ്ങൾ ഗർഭം ധരിച്ച് എന്ത് വിളിക്കും? ഗർഭിണെന്നോ? അത് നമുക്ക് ഗർഭശ്രീമാൻ എന്ന് വിളിക്കാം. ആ, ഗർഭശ്രീമാൻ, അത് കൊള്ളാം. ഗർഭശ്രീമാനെ, അത് കൊള്ളാം. ഞാൻ സുധീന്ദ്രന്റെ അവസ്ഥ മുതലെടുക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? ഡോക്ടർ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഒരു കാരിയർക്ക് വേണ്ടി ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു, പലരെയും കണ്ടു. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി സുധീന്ദ്രൻ എൻ്റെ മുമ്പിൽ വന്ന് പെട്ടത്. അല്ല, നമ്മളിവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതല്ലേ, എടുത്ത് കഴിക്കേ. അതെ, കഴിക്ക്. അതെ, ഒന്ന് ചിയേഴ്സ് അടിച്ചേ. മുട്ടിക്ക്. ചിയേഴ്സ്. ചിയേഴ്സ്. നീ എന്തെങ്കിലും ഒന്ന് പറയേ. സുധിയേട്ടന് പോയേ തീരൂ അല്ലേ? ആരെയും വിട്ടുപോകാൻ താല്പര്യമുണ്ടായിട്ടല്ല. പക്ഷേ വലിയ ശമ്പളമുള്ളൊരു ജോലി എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു പരിഹാരമാണ്. സുധിയേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. 1-2 വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുമിച്ചല്ലേ, മരണം വരെ. അമ്മയെ ശ്രീകുട്ടിയൊക്കെ ഒരു വിധത്തിലാ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. ഒരു ദിവസം പോലും കാണാതിരിക്കാൻ കഴിയില്ല എനിക്ക് എന്റെ സുധിയേട്ടന്. പിന്നെ എങ്ങനെയാ 2 വർഷം? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. നീ അടിക്കുന്ന പെട്ടിയെല്ലാം എടുത്ത് വെക്കാം. ശരി ഡോക്ടർ. വാ.
നിങ്ങളാണോ പെറാൻ വന്നത്? അല്ല ഭാഗ്യം, നിങ്ങളായിരുന്നു കുങ്കുമപ്പൂ കലക്കി കലക്കി എന്റെ കൈയോടി ഞാൻ. അപ്പൊ ആളാരാ? ഇത് ഇയാളാ. എടേ നീയാ നമ്മുടെ കൊറിയർ. ഇത് ഓക്കെ, ഞങ്ങളുടെ കുഞ്ഞിനെ പ്രസവിപ്പിക്കുന്ന വയർ ഇതാണോ? എനിക്ക് വയ്യ, ഞാൻ അങ്ങോട്ട് മാറി നിക്കടോ, ഇയാള് കടിക്കും. ചേട്ടാ മതി മതി. അല്ല ചേട്ടൻ എത്ര മാസമായി? ഞാനിവിടെ വന്നിട്ട് 13 വർഷമായി. ഈ അതല്ല, പരീക്ഷണം കഴിഞ്ഞ് നിൽക്കുകയല്ലേ, ഇപ്പൊ ഇത് എത്രാമത്തെ മാസമാണ്? ഇത് അതിന്റെ അല്ല, പിന്നെ? ഇത് ഇതിന്റെ. പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഞാൻ പുഷ്പാങ്കദൻ. അതായത് മോഹൻലാൽ ആന്റണി പെരുമ്പാവിനെ പോലെ, മമ്മൂട്ടിക്ക് ജോർജിനെ പോലെ, ഡോക്ടറിന്റെ വലം കൈയും ഇടം കൈയും എല്ലാം ഞാനാണ്. ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണ്. ഒരു ഉമ്മ തരട്ടെ? വേണ്ട വേണ്ട വേണ്ട, പെട്ടിയിട് പെട്ടിയിട്. പേ പിടിച്ചയറ്റോ, പൊക്കോ പൊക്കോ. ചെല്ല് ചെല്ല്. അതെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓൾ ദ ബെസ്റ്റ്. ഞാൻ നീ എവിടെ പോകുന്നു? ഞാൻ വീട്ടിൽ പോകുന്നു. ഹേയ്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനെല്ലാം ഇറങ്ങി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ബോറടിച്ച് ചാകും. അതെവിടുന്ന്? ഇതെന്തോന്ന് ചന്തയോ? ഇത് റിസർച്ച് സെന്റർ ആണ്. ഇവിടെ പതിയെ സംസാരിക്കണം, ഒച്ചമേളം വെക്കാൻ പാടില്ല. എവിടെ കിടന്ന് ഒച്ചമേളം വെച്ചാൽ നിന്നൊക്കെ അടിച്ച് കൊല്ലും ഞാൻ. അമ്മാ പുലി. ഞാൻ എങ്ങോട്ടാണ്? പേടിക്കണ്ട, അത് കടിക്കൂല. ഇനി രണ്ടുപേരെ കൂടി പരിചയപ്പെടുത്തരാണ്. അളിയ ഞാൻ പോവാ. ബൈ. നസ്രിയ, ശകുന്തള, ബാ. ഇപ്പൊ വരും. നീ പോയില്ലേ? നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുമ്പോ ഞാൻ എങ്ങനെയാടാ പോകുന്നത്? അപ്പൊ നിനക്ക് തിരക്കില്ലേ? ആ തിരക്കിനേക്കാൾ എനിക്കിഷ്ടം ഈ തിരക്കാ. വെൽക്കം മിസ്റ്റർ സുധീന്ദ്രൻ. ബൈ. വെൽക്കം. ഞാൻ ദേഷ്യപ്പെട്ടപ്പോ പേടിച്ചില്ലല്ലോ. ഇല്ല. ഈ ഇരയെ കൊണ്ടു വരൂ. അല്ല, നീ വന്നോളൂ. ചെല്ല് ചെല്ല്. ചേട്ടാ, അല്ല ഈ പരീക്ഷണത്തിന് വരുന്നവർക്ക് മാത്രമേ ഈ പെൺകുട്ടികളുടെ പരിലാളനയുള്ളൂ? അതെ. എന്നാ പിന്നെ എന്നെ കൂടുന്നു പരീക്ഷണത്തിന്. എടാ, അതിന് മെനക്കെടാൻ വയ്യാത്തോണ്ടല്ലേ ഞാൻ പെണ്ണ് പോലും കെട്ടാത്തത്. പിന്നെ നിനക്ക് താല്പര്യമുള്ള സ്ഥിതിക്ക് ഞാനൊന്ന് നോക്കാം. അയ്യോ വേണമെന്നില്ല, ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യാന്ന്. അങ്ങനെ ബാ. വേണ്ട, ഞാൻ ഇവിടെ വന്നു. ചേട്ടാ, ഇതൊക്കെ എന്താ സെറ്റപ്പ്? ഇതാണ് ഡോക്ടറുടെ ലാബ്. ഇവിടെയാണ് ഡോക്ടർ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനേക്കാളും വലിയ ലാബ് തൊട്ടപ്പുറത്തുണ്ട്. അല്ല, ഈ കുരങ്ങിനെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? അത് മനസ്സിലായില്ലേ? ഇല്ല. ഇതേ പരീക്ഷണത്തിന് നിന്നേക്കാൾ മുമ്പ് വന്ന ആളാ. പരീക്ഷണം കഴിഞ്ഞപ്പോ ഈ അവസ്ഥയായി. അതൊന്നുമല്ല, ഇതാണ് എന്റെ അച്ഛൻ. ഇതാണോ ചേട്ടന്റെ അച്ഛൻ? ഇതൊന്നും അല്ല എന്റെ അച്ഛൻ. പിന്നെ എന്റെ അച്ഛൻ പണ്ടിവിടെ ഡോക്ടറുടെ സഹായിയായിരുന്നു. അന്ന് പരീക്ഷണം നടത്താൻ ഒരു കുരങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ പോയി ഏതോ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് കൊടുത്ത കുരങ്ങനാണിത്. ഇപ്പോ ഇതിനെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനാണോ ഓർമ്മ വരുന്നത്. അതെന്താ? അച്ഛൻ 4 പെഗ് അടിച്ചു കഴിഞ്ഞാ വീട്ടിന്റെ തിണ്ണേ കരുതാ ഈ ഇരിപ്പാണ് അച്ഛ. അല്ല, ഇതിനിപ്പോ എന്തിനാ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്? കുരങ്ങിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് മനുഷ്യനുണ്ടായത്. അയ്യോ, ആണോ? എന്ത് സംശയം ഉണ്ടോ? അല്ല, സംശയം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ചേട്ടനെ നേരിട്ട് കണ്ടപ്പോ ബോധ്യപ്പെട്ടു. അതാണ്. ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. വരും, വാ, കാണിച്ചു തരാം. സൂക്ഷിച്ചു വേണം വരാൻ. എന്റെ അച്ഛനെ ടച്ച് ചെയ്യരുത്. അളിയ, സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തിന്? ആ ഡോക്ടർ എന്നെ ഗർഭിണിയാക്കൂന്ന് എനിക്കൊരു പേടി. എടാ, നിനക്കും ഭ്രാന്തായോ? ഒരു കൊരങ്ങനെ തല്ലിക്കൊന്നു വെച്ച് കുറച്ച് ഉജാല വെള്ളം കലക്കി വെച്ചിട്ട് ഈ വക പരീക്ഷണം നടത്തിയ വിജയിക്കുവോ? നീ ഒന്ന് ധൈര്യമായിട്ടിരുന്ന്. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാടാ. മനുഷ്യനെ കുറച്ച് ധൈര്യം വേണോടാ. എന്തു പറ്റിയടാ? അയ്യോ, ഞാൻ വിചാരിച്ച പെട്ടെന്ന് അതിന് ജീവൻ തിരിച്ചു കിട്ടിയെന്ന്. അയ്യോ, ഇച്ചിരി വെള്ളം. എടാ, അത് കുടിക്കരുത്. സൾഫൂരിക് ആസിഡാ. ഇവിടെ മൊത്തം പ്രശ്നമാണ്. നീ വന്നേ, അവിടെ വേറെ എന്തിനൊക്കെ തല്ലിക്കൊന്നു വെച്ചിട്ടുണ്ടാവും. വാ വാ വാ.